തന്നെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് മലപ്പുറത്തെ പ്രവാസി വ്യവസായി ഷമീർ റിപ്പോർട്ടറിനോട് കേസിൽ ഉൾപ്പെട്ട ഹംഷീർ 3 വർഷം മുൻപ് തന്റെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ്. ഗൾഫിൽ തനിക്ക് പണം നൽകാനുള്ളവർ ഹംഷീറുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും ഷമീർ പറയുന്നു. സംഘം തന്നെ മർദ്ദിച്ചു. പോലീസിന്റെ അവസരോചിത ഇടപെടലാണ് ജീവൻ രക്ഷിച്ചതെന്നും ഷമീർ പറയുന്നു. അതൊന്ന് കേൾക്കാം. നോർമലി നമ്മൾ അങ്ങാടി പോയി ഫ്രണ്ട്സിനൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ആ റോഡ് എം ടി ആയിരുന്നു. പെട്ടെന്ന് ഇന്നോവ വന്ന് ഫ്രണ്ടിലോട്ട് ഇട്ട് പെട്ടെന്ന് ഒരുപാട് ശബ്ദം വെക്കുന്നുണ്ട്, ആൾക്കാർ അറിയാനും ആൾക്കാർ വരാനും. പക്ഷേ ഒരു 1.5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ വന്ന് മഞ്ചേരി വഴിയാണ്, മഞ്ചേരി കൊട്ടക്കൽ ആ വഴിയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ചവക്കട എത്തിയിട്ട് അവർ വണ്ടി ചേഞ്ച് ചെയ്ത് മർദ്ദന ജസ്റ്റ് കേസ് വിഡ്രോ ചെയ്യണമെന്നായിരുന്നു. പിന്നെ ദുബായിലുള്ള ആ കേസ് വിഡ്രോ ചെയ്യണമെന്നില്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു സംഗതിയിൽ വേറെ ആരെയും ഞാൻ അറിയില്ല. പിന്നെ ജൂലൈ 1, 2022 ഈ റീസണിൻ്റെ പുറത്താണ് അവനെ നമ്മൾ എന്ത് ചെയ്യണം ടെർമിനേറ്റ് ചെയ്യുന്നത്. ടെർമിനേറ്റ് ചെയ്ത് അന്നൊക്കെ അവൻ അവിടെ നിന്ന് കയറ്റി വിട്ടിട്ടാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ദേഷ്യം ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ട് 5-6 ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ജോയിൻ ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ കേരള പോലീസിനോടാണ്. പ്രത്യേകിച്ച് SP, DYSP. ആ മലപ്പുറത്തിലെ സ്കോറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് അവരോട് നല്ല നന്ദി പറയാനുണ്ട് അതിൽ. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് മോർണിംഗ് അഷ്കർ അലി കരിമ്പ. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിന് പിന്നിൽ പഴയ ചില കുടിപ്പകകളൊക്കെ ഉണ്ടെന്നാണോ അദ്ദേഹം പറയുന്നത്? എന്താണ് ഈ ഹംഷീറിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ വരുന്ന ഒരു വ്യക്തത? സുജ, ഗൾഫിൽ നിരവധി ഫാർമസി സ്ഥാപനങ്ങൾ നടത്തുന്നയാളാണ് ഈ പാണ്ടിക്കാട് തട്ടിക്കൊണ്ടുപോയ ഷമീർ എന്ന് പറയുന്ന ആൾ. ഈ ഷമീറിൻ്റെ ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ഓഹരി ഉടമകളുമായി, അതായത് പാർട്ട്ണർമാരുമായി ചെറിയ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. പിന്നീട് കോടതി കയറുകയും ഗൾഫിലെ കോടതി ആ വിഷയത്തിൽ 2 കോടി ഇന്ത്യൻ രൂപ ഷമീറിന് നഷ്ടപരിഹാരമായി നൽകാൻ കോടതി വിധി ഉത്തരവിടുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഓഹരി ഉടമകൾ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ തട്ടിക്കൊണ്ടുപോയതിലേക്ക് നയിച്ചതെന്നാണ് ഷമീർ പറയുന്നത്. ആ ഓഹരി ഉടമകൾക്കൊപ്പം തന്നെ മറ്റൊരാൾ കൂടി പങ്കുചേരുകയായിരുന്നു. ആ മറ്റൊരാൾ എന്ന് പറയുന്നത് 3 വർഷം മുമ്പ് ഷമീറിൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഷമീർ പിരിച്ചുവിട്ട ടെർമിനേറ്റ് ചെയ്ത ചാവക്കാട് സ്വദേശിയായിട്ടുള്ള ഹംഷീറാണ് തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇപ്പോൾ നിലവിൽ 1-ാം പ്രതിയായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഈ ഹംഷീറും നേരത്തെ പറഞ്ഞ ആ ഓഹരി ഉടമകളും കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്യുകയും പിന്നീട് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. ഷമീർ പറയുന്നത് അന്ന് 1.5 മിനിറ്റ് കൊണ്ട് തന്നെ ഇവർ കുറച്ച് ആളുകൾ ചേർന്ന് ബലമായി തന്നെ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റി കൊണ്ടുപോവുകയായിരുന്ന സമയത്ത് താൻ ബഹളം വെച്ചെങ്കിൽ പോലും ആ ഭാഗത്ത് ആളുകളില്ലാത്തൊരു പ്രദേശമായതുകൊണ്ട് തന്നെ അവർ വളരെ വേഗത്തിൽ കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് ആദ്യം വണ്ടൂർ റോട്ടിലേക്ക് വന്ന് കോട്ടക്കൽ വഴി ചാവക്കാട് എത്തുന്നു. അവിടെ വെച്ച് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ തുടർച്ചയായി വാഹനങ്ങൾ മാറ്റിയാണ് ഈ ഷമീറിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അവസാനം കൊല്ലം അഞ്ചൽ വഴി തമിഴ്നാട്ടിലേക്ക്, തെന്മല വഴി തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഇവരെ പദ്ധതി. ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് തനിക്ക് വലിയ തോതിൽ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ ഇവർ മർദ്ദിച്ചു. ഈ സാമ്പത്തിക വിഷയം പറയുന്ന ഘട്ടത്തിൽ ഇവർ മർദ്ദിച്ചു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഷമീർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ആ മർദ്ദനത്തിന് ശേഷം പോലീസ് നടത്തിയ കൃത്യമായ അവസരോചിതമായ ഇടപെടലാണ് തൻ്റെ ജീവൻ രക്ഷിച്ചതെന്നാണ് ഷമീർ പറയുന്നത്. ഒരു സിനിമ സ്റ്റൈലിലാണ് പോലീസ് എത്തി പ്രതികളെയൊക്കെ പിടികൂടി തന്നെ രക്ഷപ്പെടുത്തിയതെന്നും ഷമീർ പറയുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള പോലീസ് ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തന്നെ അല്പസമയത്തിനും തന്നെ തമിഴ്നാട്ടിലേക്ക് കടത്തുമായിരുന്നു എന്നുള്ളതാണ് ഷമീർ സൂചിപ്പിക്കുന്നത്. ഈ സാമ്പത്തിക ഇടപാട് ഗൾഫിൽ ഉണ്ടായിരുന്ന സാമ്പത്തികമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയും താൻ മുമ്പ് പിരിച്ചുവിട്ട ഹംഷീറിന് തന്നോടുള്ള വ്യക്തിവിരവും ഇത് രണ്ടും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ തന്നെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കിയതെന്നാണ് പറയുന്നത്. എന്തായാലും മർദ്ദനത്തിൽ പരിക്കേറ്റ ഷമീർ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സുജയ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പണം നൽകാനുള്ളവർ ഗൂഢാലോചന നടത്തി കൊണ്ടുപോയ ഒരു നാടകമാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നത് വ്യക്തമാവുകയാണ്.